അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ സമാനതകളില്ലാത്ത ജനകീയ പ്രക്ഷോഭം. സ്വേച്ഛാധിപത്യ ഭരണശൈലിക്കും കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കും ഇറാനുമായുള്ള യുദ്ധത്തിനുമെതിരെ അമേരിക്കയിൽ ഉടനീളം തെരുവിലിറങ്ങിയത് 80 ലക്ഷത്തിലധികം ആളുകൾ. നോ കിങ്സ് അഥവാ രാജാക്കന്മാർ വേണ്ട എന്ന പേരിലുള്ള ഈ ജനകീയ പ്രക്ഷോഭം 2025 ജനുവരിയിൽ തുടങ്ങിയ ട്രംപിന്റെ രണ്ടാം ഊഴത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലായി 3300-ലധികം വേദികളിലാണ് ജനങ്ങൾ ഒത്തുകൂടിയത്. ന്യൂയോർക്കിൽ നടന്ന വൺ റാലിയിൽ പ്രശസ്ത ഹോളിവുഡ് നടനും ട്രംപ് വിമർശകനുമായിട്ടുള്ള റോബർട്ട് ഡി നീറോ അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും ട്രംപ് ഒരു ഭീഷണിയാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു. അറ്റ്ലാന്റ മുതൽ സാൻഡിഗോ വരെ ലക്ഷങ്ങളാണ് അണിനിരന്നത്. ജനങ്ങളുടെ സമ്മതമില്ലാതെ ഒരു രാജ്യവും ഭരിക്കാനാകില്ല എന്നും അമേരിക്കൻ ഭരണഘടന വലിയ ഭീഷണി നേരിടുകയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ട്രംപ് പടിയിറങ്ങുക, ഫാസിസത്തെ ചെറുക്കുക തുടങ്ങിയ പ്ലക്കാർഡുകളുമായിട്ടാണ് വാഷിംഗ്ടണിലെ നാഷണൽ മാളിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തിയത്. ഈ പ്രതിഷേധങ്ങൾ രാജ്യമെമ്പാടും അലയടിക്കുമ്പോൾ ട്രംപ് ഫ്ലോറിഡയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് അമേരിക്കക്കാർ ഇത്രയും വലിയ തോതിൽ സർക്കാരിനെതിരെ തെരുവിലിറങ്ങുന്നത്. കഴിഞ്ഞ ജൂണിൽ ട്രംപിന്റെ 79-ാം ജന്മദിനത്തിലായിരുന്നു ആദ്യത്തെ നോ കിങ്സ് പ്രതിഷേധം. അന്ന് വാഷിംഗ്ടണിൽ അദ്ദേഹം നടത്തിയ സൈനിക പരേഡിന് സമാന്തരമായാണ് ലക്ഷങ്ങൾ അണിനിരന്നത്. ഒക്ടോബറിൽ നടന്ന രണ്ടാമത്തെ പ്രതിഷേധത്തിൽ 70 ലക്ഷം പേർ പങ്കെടുത്തപ്പോൾ ഇത്തവണ അത് 80 ലക്ഷമായി ഉയർന്നിരിക്കുന്നു. ട്രംപിന്റെ ജനപ്രീതിയാണെങ്കിൽ ഇപ്പോൾ 40%-ലും താഴെയുമാണ്. നവംബറിൽ നിർണായകമായ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലൂടെയുള്ള ഭരണം, പ്രതിപക്ഷത്തെ വേട്ടയാടാൻ നീതിന്യായ വകുപ്പിനെ ഉപയോഗിക്കൽ, കാലാവസ്ഥ വ്യതിയാനത്തെ നിഷേധിക്കൽ എന്നിവയെല്ലാം തന്നെ ജനങ്ങളെ കടുത്ത രോഷത്തിലാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ അലയൊലികൾ അമേരിക്കയ്ക്ക് പുറത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംസ്റ്റർഡാം, മാഡ്രിഡ്, റോം തുടങ്ങിയ യൂറോപ്യൻ നഗരങ്ങളിലും കനത്ത പോലീസ് കാവലിൽ ആയിരങ്ങൾ അണിനിരന്നു. അമേരിക്കയിൽ മിനസോട്ട സംസ്ഥാനമാണ് ഇത്തവണത്തെ പ്രതിഷേധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. പ്രമുഖ ഇടതുപക്ഷ നേതാവ് ബേർണി സാൻഡേഴ്സ് ഇവിടുത്തെ റാലിയെ അഭിസംബോധന ചെയ്തു. ഭരണഘടനയും നിയമവാഴ്ചയും അട്ടിമറിക്കുന്ന ഒരു പ്രസിഡന്റിനെ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ജനുവരിയിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിനിടെ ഫെഡറൽ ഏജന്റുമാരുടെ വെടിയേറ്റ് മരിച്ച റെനി ഗുഡ്, അലക്സ് പ്രെറ്റി എന്നീ 2 അമേരിക്കൻ പൗരന്മാർക്ക് ആദരമർപ്പിച്ച് പ്രശസ്ത ഗായകൻ ബ്രൂസ് സ്പ്രിങ്സ്റ്റീൻ ഇവിടെ ഗാനം ആലപിച്ചു. അവരുടെ ത്യാഗം രാജ്യം മറക്കില്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ചുരുക്കത്തിൽ, ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നവർ നിൽക്കുമ്പോൾ മറുവശത്ത് സമാനതകളില്ലാത്ത ജനകീയ ചെറുത്തുനിൽപ്പാണ് അമേരിക്കയിൽ രൂപപ്പെടുന്നത്. താൻ തോന്നിയായ ഒരു രാജാവിനെ പോലെ ഭരിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ നൽകുന്ന ശക്തമായ ഒരു താക്കീതായിട്ടാണ് ഈ പ്രക്ഷോഭത്തിനെ ലോകം നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.